എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഹിസ്റ്റോറി ചാനലിലേക്ക് സ്വാഗതം. ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും 2018 സെപ്റ്റംബർ 28 വരികയുണ്ടായി. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ തീർത്ഥാടനം നടത്താം എന്നതായിരുന്നു ആ സുപ്രധാനമായ വിധി. ആർത്തവമുള്ള സ്ത്രീകൾക്ക്, പ്രത്യേകമായി പറഞ്ഞു കഴിഞ്ഞാൽ 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ തീർത്ഥാടനം പാടില്ല എന്ന 1991 കേരള ഹൈക്കോടതി വിധിയാണ് സുപ്രീം കോടതി തിരുത്തിയത്. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശന നിയന്ത്രണത്തിൻ്റെ ചരിത്രമാണ്. കാലാകാലങ്ങളായി സ്ത്രീ പ്രവേശന കാര്യത്തിൽ നിയന്ത്രണമുള്ള ഒരു ക്ഷേത്രമായിരുന്നു ശബരിമല. അതുപോലെ തന്നെ ഇത്തരത്തിൽ ആർത്തവപ്രായത്തിലുള്ള സ്ത്രീകൾ അവിടെ പ്രവേശിക്കരുത് എന്ന ഒരു തീരുമാനത്തിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കോടതി തലത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ ആർത്തവപ്രായത്തിലുള്ള സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് 1991 എസ് മഹേന്ദ്രൻ വേഴ്സസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന 1991 കേസിലാണ് ഹൈക്കോടതി സ്ത്രീ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. പ്രധാനമായും 2 സംഭവവികാസങ്ങളാണ് 1991 ഈ കേസിലേക്ക് നയിച്ചത്. ഒന്നാമതായി 1980കളിൽ പല സിനിമകളും ശബരിമല സന്നിധാനത്ത് ചിത്രീകരിക്കപ്പെടുകയും ആ സിനിമകളിലെ നായികമാർ ശബരിമല പ്രദേശത്ത് പ്രവേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമതായി ചെറിയ കുഞ്ഞുങ്ങളുടെ ചോറൂണിനായി സ്ത്രീകൾ, അതായത് പ്രത്യേകിച്ചും കുട്ടികളുടെ അമ്മമാർ ശബരിമലയിൽ പ്രവേശിക്കുന്നു എന്നതായിരുന്നു മറ്റൊരു കാര്യം. ഇങ്ങനെ ആർത്തവപ്രായത്തിലുള്ള ധാരാളം സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കുന്നുവെന്നും ഇത് ആചാരവിരുദ്ധമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഭക്തനായ ഒരു വ്യക്തി ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഫയൽ ചെയ്ത ഒരു അഫിഡവിറ്റിൽ അവർ പറയുന്നത്, മണ്ഡലം, മകരവിളക്ക്, വിഷു സമയങ്ങളിലാണ് ആർത്തവപ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. അല്ലാതെ മാസപൂജ സമയങ്ങളിൽ സ്ത്രീകൾക്ക് ഇവിടെ വരാമായിരുന്നു, ചോറൂണിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും. ഇതാണ് 91 കേസിൽ ദേവസ്വം ബോർഡ് ഫയൽ ചെയ്ത അഫിഡവിറ്റിൽ പറഞ്ഞിരുന്നത്. എന്തായാലും 1991 വിധിയോട് കൂടിയിട്ടാണ് 10 മുതൽ 50 വയസ്സുള്ള പ്രായത്തിലുള്ള സ്ത്രീകളെ പൂർണ്ണമായും ശബരിമലയിൽ നിന്നും വിലക്കിയിരുന്നത്. അതുവരെ ആ പ്രായത്തിലുള്ള സ്ത്രീകൾ പലരും 1991 വരെ അവിടെ പ്രവേശിച്ചിരുന്നു എന്നർത്ഥം. ഇനി ഈ വിലക്കിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1955 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു നോട്ടിഫിക്കേഷനിലൂടെ ആർത്തവപ്രായത്തിലുള്ള സ്ത്രീകളെ ഇവിടേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇനി 1955 മുമ്പുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1940, അതായത് കൊല്ലവർഷം 1115 തിരുവിതാംകൂർ മഹാറാണി ശബരിമലയിൽ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്. 1930കളിലെയും 40കളിലെയും സാഹചര്യത്തെക്കുറിച്ചിട്ട് ശബരിമല അയ്യപ്പൻ്റെ പരമഭക്തനായിരുന്ന കുറുമാളൂർ നാരായണപിള്ള, അദ്ദേഹം ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന ബുക്ക് എഴുതിയ വ്യക്തിയാണ്, അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, പൊതുവെ ശബരിമലയിൽ മുതിർന്ന സ്ത്രീകൾ, വയസ്സായ സ്ത്രീകളും ചെറിയ കുട്ടികളുമാണ് ദർശനം നടത്താറ്, എന്നാൽ ഈയിടെയായി യുവതികളും ദർശനം നടത്തുന്നുണ്ട് എന്നാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് വാർഡൻ കോളറുടെ 1818 ഒരു അക്കൗണ്ടാണ്. ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന വാർഡ് 1818 ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നത്, അതായത് ശബരിമല പ്രദേശത്ത് സന്ദർശനം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ മെമ്മയർ ഓഫ് ജേർണി ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്ന പേരിൽ 1891 പ്രസിദ്ധീകരിക്കുന്നത്. 818 സന്ദർശനത്തെക്കുറിച്ചിട്ടുള്ള ബുക്ക് വരുന്നത് 891. അദ്ദേഹം സ്ത്രീ പ്രവേശന നിയന്ത്രണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: വുമൺ ഓഫ് ദാറ്റ് ടൈം ഓഫ് ലൈഫ് who have intercourse with men are forbidden the place. Old women and girls are not debarred. അതായത് പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല, എന്നാൽ മുതിർന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും തടസ്സവും കൂടാതെ ഇവരെ പ്രവേശിക്കുകയും ചെയ്യാം. കൂടുതൽ നിരീക്ഷണങ്ങളൊന്നും അദ്ദേഹം നടത്തുന്നില്ല, മെൻസസിനെ കുറിച്ചോ മറ്റോ ഒന്നും അദ്ദേഹം പറയുന്നുമില്ല. എന്തായാലും വാർഡിൻ്റെ ഈ വിവരണം സൂചിപ്പിക്കുന്നത് അക്കാലത്ത് തന്നെ സ്ത്രീകൾക്കൊരു പ്രവേശന നിയന്ത്രണം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. എന്നു മുതലാണ് ഈ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നും അറിയില്ല. ചില വാദങ്ങളുണ്ട്, അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഒരു വാദം അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയാണ്, അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നതാണ്. ഈ വാദവുമായി ബന്ധപ്പെട്ട ഒരു കഥ എന്തെന്നാൽ, അയ്യപ്പൻ ഒരു എരുമയുടെ രൂപത്തിലുള്ള മഹിഷി എന്ന് പറയുന്ന ഒരു ദുർദേവതയെ
കൊല്ലുകയും ആ എരുമ രൂപത്തിൽ നിന്നും ഒരു സുന്ദരിയായ സ്ത്രീ, അവർ ശപിക്കപ്പെട്ടതിനാൽ എരുമ രൂപത്തിലായതാണ്, സുന്ദരിയായ സ്ത്രീ ഉയർന്നു വരികയും ചെയ്യുകയുണ്ടായി. ഈ സ്ത്രീ അയ്യപ്പനെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ തനിക്കത് സാധ്യമല്ലെന്നും താൻ ആത്മീയ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് ശബരിമലയിലേക്ക് പോവുകയാണെന്നും ആ സ്ത്രീയോട് പറയുകയും ചെയ്തു. എന്നാൽ ഒരു കൺസിഡറേഷൻ കൂടി അയ്യപ്പൻ ഈ സ്ത്രീക്ക് നൽകുകയുണ്ടായി. ആ കൺസിഡറേഷൻ അല്ലെങ്കിൽ പരിഗണന എന്തെന്നാൽ ഈ സ്ത്രീക്ക് ശബരിമലയിൽ അയ്യപ്പന് സമീപത്തായി ഇരിക്കാനുള്ള അവസരം കൊടുത്തു. അതായത് ഈ സ്ത്രീയാണ് പിന്നീട് മാളികപ്പുറത്തമ്മ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതെന്നാണ് ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ വാദം. ഈ ഐതിഹ്യപ്രകാരം മാളികപ്പുറത്തമ്മയോട് അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നത് കന്നി അയ്യപ്പന്മാർ, അതായത് ആദ്യമായി ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാർ, അവരുടെ വരവ് നിൽക്കുകയാണെങ്കിൽ ഞാൻ താങ്കളെ വിവാഹം ചെയ്യാം എന്നതാണ്. അത് ഒരിക്കലും നടന്നിട്ടില്ല, നടക്കുകയുമില്ല. അതുകൊണ്ട് അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയായി തുടരുന്നു. ഇതാണ് ആ ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനം. ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം എന്തെന്നാൽ മഹിഷിയെ നിഗ്രഹിക്കുന്നത് ശിവന് വിഷ്ണുവിൻ്റെ സ്ത്രീരൂപമായ മോഹിനി രൂപത്തിലുണ്ടായ കുട്ടിയാണ്. ആ കുട്ടി എന്ന് പറയുന്നത് ശാസ്താവാണ്, അല്ലെങ്കിൽ ഹരിഹരപുത്രനാണ്. ശാസ്താവ് നിത്യബ്രഹ്മചാരിയല്ല, അദ്ദേഹം വിവാഹിതനായിരുന്നു. മതപരമായ ചരിത്രം പറയുന്നത് ശാസ്താവിന് പൂർണ്ണ, പുഷ്കല എന്നീ പേരുകളുള്ള ഭാര്യമാരുണ്ടായിരുന്നു എന്നതാണ്. ശാസ്താ ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ പ്രവേശന നിയന്ത്രണവും ഇല്ലതാനും. അങ്ങനെ നോക്കുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് സവിശേഷമായി രൂപം കൊണ്ട ഒരു ആചാരമാണ് ഈ സ്ത്രീ പ്രവേശന നിയന്ത്രണം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ആധികാരികമായിട്ടുള്ള താന്ത്രിക ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരിടത്തും തന്നെ ഇത്തരത്തിലൊരു നിയന്ത്രണത്തെക്കുറിച്ചുള്ള പരാമർശമില്ല. അതിലുള്ള പരാമർശം മാസമുറ സമയത്ത് സ്ത്രീകൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അനുവാദമില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രവേശിക്കുന്നത് അശുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് എന്നതാണ്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ താന്ത്രിക ഗ്രന്ഥങ്ങളിൽ പറയുന്നില്ല. കേരളത്തിലെ ചില ട്രൈബൽ വിഭാഗങ്ങൾ മാത്രമാണ് ഈ ശബരിമലയിൽ ഉള്ളതുപോലുള്ള ചില സെലിബസിയുമായി ബന്ധപ്പെട്ടുള്ള ചില ആചാരങ്ങൾ നിർവഹിച്ചു പോന്നിരുന്നത്. അത് ഏതൊക്കെ കമ്മ്യൂണിറ്റീസാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. ഉള്ളാടന്മാർ, മലയരയർ, ഈ ട്രൈബൽസ് പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള ചില ആചാരങ്ങൾ പിന്തുടർന്നിരുന്നു. അത് ഈ ശബരിമല തീർത്ഥാടനകാലവുമായിട്ട് ഏകദേശം കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പീരീഡിലുമാണ് ചില വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചിരുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളാടൻ ഗോത്രവിഭാഗത്തിൻ്റെ വിശ്വാസമനുസരിച്ച് ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സെലിബ്രേറ്റ് ലൈഫാണ് അവർ നയിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലൈഫ് നയിച്ചില്ലെങ്കിൽ അയ്യപ്പൻ കോപിക്കും എന്നൊരു പേടി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് അവരുടെ വിശ്വാസം. മലയരയരെ സംബന്ധിച്ചുണ്ടായിരുന്ന ആചാരം എന്തെന്നാൽ പുരുഷന്മാർ ഏതെങ്കിലും തരത്തിലുള്ള വ്രതം എടുക്കുമ്പോൾ സ്ത്രീകൾ പുറത്ത് ഷെഡിൽ താമസിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ആർത്തവമുള്ള സമയമാണെങ്കിലും അല്ലെങ്കിലും അവർ പുറത്ത് ഷെഡിൽ താമസിക്കണം. ഇല്ലെങ്കിൽ മലദൈവങ്ങൾ കോപിക്കും എന്നൊരു വിശ്വാസമാണ് അവരുടേത്. എന്തായാലും ഇത്തരത്തിൽ സവിശേഷമായ ഒരു ആചാരം അല്ലെങ്കിൽ സ്ത്രീ പ്രവേശന നിയന്ത്രണം എങ്ങനെ ശബരിമലയിൽ വന്നു, എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇനിയും ഏറെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.